Hi all, welcome to Tech Malayalam. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഒരു ചാറ്റ് ആപ്ലിക്കേഷനാണ് വാട്സ്ആപ്പ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ്സ് വരുന്നതും വാട്സ്ആപ്പിനെതിരെയാണ്. ഇന്ത്യൻ ഗവൺമെൻറ് വരെ വളരെ ശക്തമായി വാട്സ്ആപ്പിനെതിരെ വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫേക്ക് ന്യൂസുകളൊക്കെ വാട്സ്ആപ്പ് വഴിയാണ് ഇന്ന് പ്രചരിക്കുന്നത്. എന്നാൽ ഈ വ്യാജ വാർത്തകൾ മാത്രമല്ല, വ്യക്തികൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളും ഇന്ന് വാട്സ്ആപ്പിലൂടെയാണ് കൂടുതലായിട്ട് വരുന്നത്. അതിൽ സ്ത്രീകളാണ് ഇത് കൂടുതലായും ഫേസ് ചെയ്യുന്നത്. എന്നാൽ അതിൽ അധികം പേരും പുറത്തു പറയാനുള്ള പേടി കൊണ്ടും മിണ്ടാതിരിക്കും. വളരെ ചുരുക്കം ചിലർ മാത്രമേ ഇത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുക, അതേപോലെ സൈബർ സെല്ലിലൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോം ഒരു പുതിയ സംഭവമായി വന്നിരിക്കുകയാണ്. അതായത് ഇനി മുതൽ നിങ്ങൾക്ക് ആരുടെ അടുത്തുനിന്നെങ്കിലും വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കുന്ന രീതിയിലുള്ള അതും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള മെസ്സേജസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള മെസ്സേജസ് വന്നു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഏത് നമ്പറിൽ നിന്നാണോ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുള്ളത് ആ നമ്പറും നോട്ട് ചെയ്യുക. ഇത് രണ്ടും കൂടെ ഇനി ഞാൻ പറയാൻ പോകുന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. ccaddn-dot@nic.in. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോം നിങ്ങൾ അയച്ചു കൊടുത്ത ഇങ്ങനെയുള്ള വിവരങ്ങൾ ടെലികോം ഓപ്പറേറ്റേഴ്സിനും അതേപോലെ പോലീസ് ഹെഡ്സിനും അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച ആൾക്കെതിരെ ആക്ഷൻസ് എടുക്കും. സോ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിൽ കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.